നിങ്ങളുടെ ജീവിതമൊക്കെ തന്നെയാണ്. പക്ഷേ ഒരുപാട് മനസ്സ് വേദനിച്ച് നിൽക്കുന്ന ഒരമ്മയുണ്ട് മൃദുലയ്ക്ക്. അവളെ ഇപ്പോഴും കൊച്ചു കുഞ്ഞായി കാണുന്ന അപ്പൂപ്പനുണ്ട്. അവരുടെ മനസ്സിൽ എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയാതെ നീ പെട്ടെന്ന് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു എന്നൊക്കെ പറഞ്ഞാ വേണ്ട മോനെ, ഒക്കെ സാവകാശത്തിൽ മതി. പപ്പയുടെ ആറ്റിറ്റ്യൂഡ് എനിക്ക് മനസ്സിലാവുന്നില്ല. ചെറിയമ്മ അപ്പൂപ്പന് ഇത് ഇഷ്ടമല്ലെന്ന് പറഞ്ഞാലും ഞങ്ങൾ കല്യാണം കഴിക്കും. പിന്നെ പറയാതിരിക്കുന്ന എന്തിനാ പപ്പ? മോനെ പ്ലീസ്, ആദ്യം പപ്പ എല്ലാവരുടെയും മനസ്സൊന്നും അറിയട്ടെ. ഇനി ഈ വീട്ടിൽ വഴക്കും സങ്കടവും കാണാൻ വയ്യ പപ്പയ്ക്ക്. പപ്പ അത് മോനെ, പപ്പ പറയുന്നത് നീ ഒന്ന് അനുസരിക്കേ. എല്ലാ കാര്യങ്ങളും സാവകാശം പപ്പ ശരിയാക്കി തരാം. പക്ഷേ ഒരു കാരണവശാലും നീ ഈ കാര്യം മറ്റാരോടും പറയാൻ പാടില്ല. ഞാനീ പറയുന്നത് എൻ്റെ മോൻ അനുസരിച്ചേ പറ്റൂ. ഓക്കെ. ഗുഡ് നൈറ്റ് പപ്പ. ഗുഡ് നൈറ്റ്. ഇല്ല, ഇത് നടക്കാൻ പാടില്ല. എന്ത് വില കൊടുത്തു ഇത് തടയണോ ഏട്ടാ? പറയാൻ എളുപ്പമാ. എന്ത് വിലയാ നീ ഞാനിത് തടയാൻ കൊടുക്കുക? അവർ രണ്ടുപേരും പ്രായപൂർത്തിയായ കുട്ടികളാ. ഒരു കാരണവും പറയാതെ നമ്മൾ എതിർത്താൽ അവർ നമ്മളെ ധിക്കരിക്കുമെന്ന് മാത്രമല്ല, കുടുംബത്തിലെ സ്നേഹം മുഴുവൻ നഷ്ടപ്പെടുകയും ചെയ്യും. പിന്നെന്താ നമ്മൾ ചെയ്യാ? അത് എനിക്ക് മനസ്സിലാവാത്തത്. ഛേ, ഇപ്പോഴത്തെ പിള്ളേർക്ക് കുടുംബത്തിനകത്ത് തന്നെ ഇങ്ങനെ ഒരു അടുപ്പം തോന്നിയത് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അച്ഛനോട് പറഞ്ഞാലോ? അച്ഛൻ എന്തെങ്കിലും പറഞ്ഞ് അവരുടെ മനസ്സ് മാറ്റും. അസലായി. സംഗതി നേരെ തിരിച്ചടിക്കും. അച്ഛൻ്റെ പഴമനസ് ഇത് ഏറ്റവും നല്ല ബന്ധമായിട്ടേ കാണൂ. എതിർക്കുന്ന നമ്മുടെ മനസ്സ് മാറ്റാനായിരിക്കും അച്ഛൻ ശ്രമിക്കുക. പിന്നെ പിന്നെ എന്താ ഏട്ടാ ഒരു വഴി? ഞാൻ ആലോചിച്ചിട്ട് ഒരൊറ്റ വഴിയേ കാണുന്നുള്ളൂ. നിതിനോട് മീതുവിനുള്ള അസുഖത്തിൻ്റെ കാര്യം തുറന്നു പറയുക. അതല്ലാതെ വേറൊരു വഴിയുമില്ലേ? ഇനിയിപ്പോൾ വേറൊരു വഴിയും വിലപ്പോവില്ല. ഞാൻ പറഞ്ഞില്ലേ, വ്യക്തമായ കാരണം പറയാതെ നമ്മൾ എതിർത്താൽ അവർക്ക് വാശി കൂടും. പക്ഷേ നിതിനോട് രോഗവിവരം തുറന്നു പറഞ്ഞാലും ഈ കല്യാണം മുടങ്ങണമെന്നില്ല. അവൻ റിസ്ക് എടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യും? അതുകൊണ്ട് ഒന്നുകൂടി നന്നായിട്ട് ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റൂ. ഏട്ടാ, മരിക്കുന്നവരെ അസുഖമുണ്ടെന്ന് എൻ്റെ മോൾ അറിയരുത്. അതറിഞ്ഞാ പിന്നെ ഓരോ നിമിഷവും നേറിയ നേറിയ അവൾക്ക് ജീവിക്കാൻ പറ്റൂ. ആ വേദനയും നീറ്റലും ഒക്കെ ഞാൻ അനുഭവിച്ചോളാം. അതുകൊണ്ട് എൻ്റെ മോൾ ഓരോ നിമിഷം മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ആരോടും പറയരുത് ഏട്ടാ. കരയാതെ. നീ പറഞ്ഞ പോലെ വേദനയും നീറ്റിലുമൊക്കെ നമുക്ക് അനുഭവിക്കാം. സമാധാനപ്പെടും. നിതിൻ്റെ മനസ്സ് മാറ്റാൻ എന്തെങ്കിലും ഒരു വഴി ഞാൻ കണ്ടെത്തും. ഒന്നുകിൽ നിന്നോട് ബദ്ധശത്രുത നടിക്കും ഞാൻ. എന്നിട്ട് എന്തെങ്കിലും ഭീഷണി മുഴക്കിയെങ്കിലും ഞാൻ അവൻ്റെ തീരുമാനം മാറ്റിക്കും. സമാധാനിക്കേ. ഗുഡ് മോർണിംഗ് ആൻറ്റി. കരുമനെ ഒന്ന് വിളിക്കാമോ? വിളിച്ചിട്ട്? അത് എനിക്കൊരു കാര്യം സംസാരിക്കാനാ. അല്ല കുട്ടി, അറിയാഞ്ഞിട്ട് ചോദിക്കുക. നിനക്ക് എന്തെങ്കിലും സൂക്കടുണ്ടോ തലയ്ക്ക്? കരിമനും ചിന്നും കുട്ടിക്കാലം തൊട്ടേ ഈ കാട്ടിൽ ഒന്നിച്ചു വളർന്നവരാ. അന്നേ എല്ലാരും തീരുമാനിച്ചതാ കരിമനുള്ള പെണ്ണ് ചിന്നുവാന്ന്. പിന്നെ എന്തിനാ കുട്ടി ഇനി അമേരിക്കൻ ഇറക്കുമതി? എനിക്ക് കരുമനെ ഒന്ന് കണ്ടാ മാത്രം മതി. ഇല്ല, കുഞ്ഞിപ്പ കരിമനെ കാണണ്ട. ഇപ്പോഴൊന്നല്ല, ഇനി ഒരിക്കലും കാണണ്ട. എനിക്ക് കാണണം. ഇല്ല, കുഞ്ഞിനറിഞ്ഞൂടാത്തൊരു വലിയ ബന്ധം എനിക്ക് നീരേറ്റ് തറവാടുമായിട്ടുണ്ട്. കുഞ്ഞിന്റെ അമ്മയുമായിട്ടുണ്ട്. കുഞ്ഞിന്റെ അപ്പൂപ്പനുമായിട്ടും ഉണ്ട്. ആ വലിയ മനുഷ്യനെ കുഞ്ഞുനാൾ തൊട്ട് അപ്പാപ്പാന്ന് വിളിച്ച നാവാ ഇത്. ആ നാക്കുകൊണ്ട് അപ്പാപ്പന്റെ കൊച്ചുമോളെ വേദനിപ്പിക്കരുതെന്നുണ്ട് എനിക്ക്. അതുകൊണ്ട് കുഞ്ഞു പോ. ഇനി ഈ കാട്ടിലേക്ക് വരരുത്. എന്താ നിങ്ങൾ എല്ലാരും എന്നോട് ഇങ്ങനെ പെരുമാറുന്നേ? അറിഞ്ഞു
അറിഞ്ഞൂടെ നിനക്ക്? ആദ്യം നീ ആരാണെന്ന് സ്വയം ചോദിച്ചു നോക്ക്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി വലിയ പഠിപ്പും വിവരമുള്ള നിനക്കില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഈ നാട്ടിലെ ഏറ്റവും വലിയ തറവാടായ നീരേറ്റിലെ കൃഷ്ണപിള്ളയുടെ കൊച്ചുമോളാ നീ. ഒരു ഡോക്ടറായ പാർവതി കൊച്ചമ്മയുടെ മോള്. ഭർത്താവ് മരിച്ച സങ്കടം ഇപ്പോഴും മാറിയിട്ടില്ലാത്ത ഒരമ്മയുടെ മോള്. അങ്ങനെയുള്ള നീ എന്തിനു വേണ്ടിയാ ഒരു ആദിവാസി ചെറുപ്പക്കാരന്റെ പുറകെ നടക്കുന്നത്? പറ കുഞ്ഞേ, എന്തിനു വേണ്ടിയാ? നിന്നെ സ്നേഹിക്കുന്നവരെയൊക്കെ കണ്ണീര് കുടിപ്പിക്കാനോ? വാട്ട് യു മീൻ? നിങ്ങൾ എന്തിനാ എന്നോട് ഇങ്ങനെ പെരുമാറുന്നേ? എനിക്ക് ഇഷ്ടമുള്ള ആളെ എനിക്ക് കാണുമെന്ന് തോന്നി, ഞാൻ വന്നു. വൈ ആർ സോ ആംഗ്രി വിത്ത് മീ? മോളെ, നീ എന്റെ അനിയത്തിയാ. ഒത്തിരി വലിയ നിലയിലെത്തേണ്ടവളാ. ചുമ്മാ മനസ്സിൽ കിടുത്ത ഒരു ആരാധന കാരണം വാടിപ്പോവേണ്ടതല്ല നിന്റെ ജീവിതം. വീട്ടിൽ ചെന്ന് നിന്നെ ജീവനെ പോലെ സ്നേഹിക്കുന്നവരുടെ മുഖത്തേക്ക് നോക്കണം, അവരുടെ മനസ്സിനകത്ത് നോക്കണം. അപ്പോ നിന്റെ തെറ്റ് നിനക്ക് മനസ്സിലാവും. ചെല്ലു കുഞ്ഞെ, നേർവഴിക്ക് നടത്താൻ ദൈവത്തോട് പ്രാർത്ഥിക്ക. ചെല്ലു. ഞാൻ ഇപ്പൊ പൊയ്ക്കോളാം. പക്ഷേ എനിക്ക് കരുമനെ കാണാതിരിക്കാൻ പറ്റില്ല. ഐ മീറ്റ് യു. ആരെതിർത്താലും. എന്നാ സോഫി ഒന്നും കഴിക്കാത്തെ? കമ്പനിയുടെ കാര്യം ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ജോയ്ച്ചായ. ഇവിടെയുള്ള 4 തേയിലത്തോട്ടങ്ങൾ ആരുടെയൊക്കെയാണെന്ന് ജോയ്ച്ചായന് അറിയത്തില്ലേ? ഒന്ന് നീരേറ്റ് വക, രണ്ടാമത്തത് ഫിലിപ്പോസിന്റെ. ഈ 2 കമ്പനിയിൽ എനിക്ക് തേയില കിട്ടത്തില്ല. വേണ്ട, ഇനിയുണ്ടല്ലോ വേറെ 2 രണ്ടിടത്തും ഞാൻ പോയി നോക്കി. 2 പേരും തേയില തരാൻ തയ്യാറല്ല. ഒരുപക്ഷേ കൃഷ്ണമമ്മ തന്നെ ആയിരിക്കും ആ വഴി മുൻകൂട്ടി അടച്ചത്. ചുമ്മാ സത്യം അറിയാതെ കുറ്റപ്പെടുത്താതെ സോഫി. കൃഷ്ണപിള്ള മുതലാളി അങ്ങനെയൊന്നും ചെയ്യത്തില്ല. ചെയ്യും. നേരിട്ടല്ല, അർജുനന്റെ മകൻ മുഖേന. അവൻ എല്ലാവരെയും നേരിട്ട് ചെന്ന് കണ്ട് എന്റെ വഴി ബ്ലോക്ക് ചെയ്തതാണെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാ. എന്റെ പരിപൂർണ നാശം കണ്ടാലേ അവന് തൃപ്തിയാവും. അക്കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടാ. ജോയിച്ചാൻ ഒരു കാര്യം ചെയ്, ഞാനൊരു നോട്ടീസ് ടൈപ്പ് ചെയ്ത് തരാം. അത് കമ്പനിയുടെ വാതിക്കെ കൊണ്ടുപോയി ഒട്ടിച്ച് കമ്പനി പൂട്ടി താക്കോലാൻ ഇതിന്റെ കയ്യിൽ കൊണ്ട് ഏൽപ്പിച്ചേക്ക്. എന്നാ നോട്ടീസാ? സ്റ്റാഫിനെ പിരിച്ചുവിട്ട് കമ്പനി ലോക്കൌട്ട് പ്രഖ്യാപിച്ചു എന്നുള്ള നോട്ടീസ്. അയ്യോ, എന്നാ സോഫി പറയുന്നേ? സ്റ്റാഫിനെ പിരിച്ചുവിട്ട നോട്ടീസ് ഞാൻ കൊണ്ടുപോയി ഒട്ടിച്ചാ പിന്നെ ജീവനോട് അവിടെ നിന്ന് പുറത്തു വരാൻ എനിക്ക് പറ്റത്തില്ല. അവന്മാരെല്ലാം കൂടെ എന്നെ തല്ലി കൊല്ലും. യൂണിയൻ അത്രയ്ക്ക് ശക്തമാ അവിടെ. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? സോഫി, എല്ലാരെയും പിരിച്ചുവിടാന്നൊക്കെ പറഞ്ഞാൽ സംഗതി പ്രശ്നമാ. അവന്മാരെല്ലാം കൂടെ വന്നിട്ടേ ഇവിടെ സത്യാഗ്രഹം ഇരിക്കും. ഇവിടെ വന്ന് സത്യാഗ്രഹം ഇരിക്കാനോ? എന്തിന്? പിരിച്ചുവിട്ടാ പിന്നെ അവർ എന്നാ ചെയ്യാനാ? എക്സ്പോർട്ടിംഗ് കമ്പനി ഇപ്പോൾ നീരട്ടുകാരുടെ വകയില്ലയോ? സോഫി ഒരു തനിച്ച് നടത്തണമെന്ന് എല്ലാവർക്കും അറിയാം. കമ്പനി അങ്ങനെ പൊളിച്ചു മാറ്റിയതിനെ യൂണിയൻ നേതാക്കന്മാർക്ക് പിടിച്ചിട്ടില്ല. അപ്പം പിന്നെ ജോലി നഷ്ടപ്പെട്ട അവർ ചുമ്മാ ഇരിക്കുമോ? തല്ലി കൊല്ലാനും മടിക്കത്തില്ല സോഫി. എങ്കിൽ പിന്നെ ഒന്ന് കാണണല്ലോ. കമ്പനി നടത്താൻ നിവൃത്തിയില്ലാതെ വരുമ്പോ ഉടമസ്ഥരെ തൊഴിലാളികൾ കൊല്ലുന്നതാ ഇവിടുത്തെ നീതിയെങ്കിൽ ആ നീതി അങ്ങ് നടപ്പാവട്ടെ. എനിക്ക് മരിക്കാൻ മടിയൊന്നുമില്ല. ശേ, ഒത്തിരി പഠിപ്പുള്ള സോഫി ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി എങ്ങനെയാ? സോഫി, ഇലയ്ക്കും മുള്ളിനും കേടുവരാത്ത പരിഹാരമല്ലയോ നമ്മൾ ആലോചിക്കേണ്ടത്? സോഫിക്ക് നേരിട്ട് കമ്പനി വേണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുത്താൽ പറയാം. കമ്പനിയുടെ പ്രമാണങ്ങള് കൃഷ്ണമാമൻ അങ്ങ് തിരിച്ചു കൊടുക്കാം അല്ലേ? അതെ. അപ്പൊ പിന്നെ കമ്പനി പണ്ടത്തെ പോലെ നേരിട്ടുകാരുടെ തന്നെ ആവത്തില്ലയോ? തേയിലയും കിട്ടും, കയറ്റേപ്പം നടക്കും. അപ്പോൾ ആരെയും പിരിച്ചുവിടത്തില്ല. സോഫിയുടെ കയ്യിൽ നിന്ന് എല്ലാം അങ്ങ് പോകുന്നേ ഉള്ളൂ. പോട്ടെ, ഓട്ടപാത്രം കൊണ്ട് വെള്ളം കോരാൻ പറ്റത്തില്ലല്ലോ. കൊണ്ടുപോയി പുഴുങ്ങി തിന്നട്ടെ എല്ലാവരും കൂടി. എന്താ കരുമ, കല്യാണം വിളിക്കാൻ വന്നാണോ? ഓ, അതിപ്പോൾ ഞാൻ വിളിച്ചില്ലെങ്കിൽ സാറ് വരികയല്ലേ. ഞാനിപ്പോൾ വന്ന് വേറൊരു കാര്യം പറയാനാ. കരുമിനെ ഇരിക്കൂ. വേണ്ട സാറേ, പങ്കിച്ചേച്ചിയുടെ കാര്യത്തിൽ ഓരോരുത്തർ ഓരോന്നും പറഞ്ഞ് പേടിപ്പിക്കുക. പ്രായമുള്ള സ്ത്രീകൾ പ്രസവിക്കുമ്പോൾ ഒത്തിരി പ്രശ്നം ഉണ്ടാവുന്ന എല്ലാവരും പറയുന്നത്. എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ എനിക്കും ചിന്നിനും എന്ത് ചെയ്യാൻ പറ്റും? ശരിയാ.
പങ്കേന്റി അവിടെ നിർത്തുന്നത് ഒരല്പ റിസ്ക് തന്നെയാ. ഇതൊന്നും ആലോചിക്കാതെ ചിന്നു എടുത്തു ചാടി ആന്റി അങ്ങോട്ട് കൊണ്ടുപോയതേ അബദ്ധമായി. ഇനിയിപ്പോ എന്താ നിങ്ങൾ ചെയ്യാൻ പോന്നെ? അത് സാർ എങ്ങനെയും സാറിൻ്റെ അമ്മച്ചിടെ പറഞ്ഞ് ജോയ് സാറിൻ്റെ വീട്ടിൽ തന്നെ കൊണ്ടാക്കണം. എനിക്കും ചിന്നും അവരെ നോക്കാൻ പറ്റുന്നിട്ടല്ല. പക്ഷെ കാട്ടിൽ നിന്ന് വല്ല അപകടം പറ്റിയ അവസാനം അത് ഞങ്ങളുടെ തലയിലാവും. ഇക്കാര്യത്തിൽ എന്തായാലും നിങ്ങളെ സഹായിക്കാൻ എനിക്ക് പറ്റില്ല. ഞാനും മമ്മി അത്ര സുഖത്തിലല്ലെന്ന് കരുമന അറിയാവുന്നതല്ലേ. ഇക്കാര്യം പറഞ്ഞ് ഞാൻ അങ്ങോട്ട് ചെന്ന ഉള്ള ബന്ധം കൂടി ഇല്ലാതാവും. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്താ സാർ വേണ്ടത്? തിരിച്ച് നിരത്തി തന്നെ കൊണ്ടാക്കട്ടോ? അത് പിന്നെ ആലോചിക്കാം. ആദ്യം കരുമൻ നേരിട്ട് ചെന്ന് ജോയി അങ്കിളിനെ കണ്ട് കാര്യം പറ. അങ്കിള് ചിന്നുന്റെ വീട്ടിൽ ചെന്ന് വിളിച്ച പങ്കേന്റെ കൂടെ പോവും. കാട്ടിലെ സൗകര്യക്കുറവ് പറഞ്ഞ് ഒന്ന് പേടിപ്പിച്ച ജോയി അങ്കിൾ എന്തായാലും കാട്ടിൽ വന്ന് വിളിക്കും. എന്നാൽ പിന്നെ ഞാൻ പോയി പറഞ്ഞു നോക്കാം, അല്ലേ സാറേ? അതെ, ഒരു കാര്യം ശ്രദ്ധിച്ചോ, മമ്മി അവിടെ ഇല്ലാത്ത സമയം നോക്കി വേണം പോവാൻ. ഇക്കാര്യം ജോയി അങ്കിളിനോട് തനിച്ച് പറയുന്നതായിരിക്കും നല്ലത്. ഓ ശരി. പ്രായമായ ആൾക്കാരുടെ പ്രസവത്തിന് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാവുന്ന എല്ലാവരും പറയുന്നത്. അത് കേൾക്കുമ്പോൾ ചിന്നിന് ഭയങ്കര പേടി. കാട്ടിൽ പേരൊക്കെ എടുക്കുന്ന മുത്തിയമ്മയാ. പക്ഷെ ഈ കാര്യത്തിൽ മുത്തിയമ്മയ്ക്കും പേടിയാ. കരുമ, അപ്പൊ പിന്നെ നിങ്ങൾ എന്നാ ചെയ്യും? ഞങ്ങൾക്ക് വേറെന്താ ചെയ്യാൻ പറ്റുന്നത്? ഞാൻ ഇതും പറഞ്ഞുകൊണ്ട് സെലീന സാറും ചെന്ന് കണ്ടു. സാറ് പറഞ്ഞു ജോയി അങ്കിള് കാട്ടിൽ ചെന്ന് വിളിച്ചാൽ അവരങ്ങ് പോരുമെന്ന്. അതിപ്പോ വിളിച്ചോണ്ട് വന്നേ പറ്റൂ. പെട്ടെന്നൊരു ആവശ്യം വന്നാൽ കട്ടിലെ കിടത്തി വേണം മലയിറക്കാൻ. പെട്ടെന്ന് വണ്ടിയൊന്നും കിട്ടുകയില്ല. പൊക്കിയെടുത്ത് ആശുപത്രിയിൽ എത്തിക്കാൻ 2 മണിക്കൂർ എടുക്കും. അപ്പോഴേക്കും വല്ലതും പറ്റിയാ? അവള് വരുമോ കരുമ? ഞാൻ നേരിട്ട് ചെന്ന് 2-3 പ്രാവശ്യം വിളിച്ചതാ. ഞാൻ മാത്രമല്ല, സോഫി ഉണ്ടായിരുന്ന കൂടെ. ചുമ്മാ അനാവശ്യമായിട്ട് വാശിയും കട്ടി വരാതിരുന്നത്. ഇനി അതുണ്ടാവത്തില്ല. ഞാനും ചിന്നും കൂടെ പറഞ്ഞു വിട്ടോളാം. എൻ്റെ കൂടെ ഇപ്പം ചിന്നുവിൻ്റെ പുരയിലേക്കൊന്ന് വന്നാൽ മതി. ഞാൻ വരാം കരുമ, ഇപ്പൊ തന്നെ വരാം. സോഫിയോടൊന്ന് പറഞ്ഞിട്ട്. വേണ്ട, അതൊന്നും വേണ്ട. കെട്ടിയോളെ കാണണമെങ്കിൽ അവരോട് എന്തിനാ പറയുന്നേ? മനസ്സിലായി. ഒരു കാര്യം പറയാം, നല്ല മനസ്സുണ്ടെങ്കിൽ മാത്രം എൻ്റെ കൂടെ വന്നാൽ മതി. 2ാം കെട്ടിയോളായി കഴിയാൻ പങ്കാൻ്റെ വരത്തില്ലെന്ന് ചിന്നു എന്നോട് പ്രത്യേകം പറഞ്ഞാൽ വിട്ടത്. അതുകൊണ്ട് വല്ലവരും പേടിച്ച് ഒളിച്ചും പാത്തൊന്നും എൻ്റെ കൂടെ വരണ്ട. ഇല്ല കരുമ, എനിക്കെൻ്റെ പങ്കിയെ കാണണം. എത്രയും വേഗം അവളെ എൻ്റെ കൂടെ കൊണ്ടുവന്ന് താമസിപ്പിക്കണം. പാർവതി വല്യമ്മയുടെ മോളും നിതിനും തമ്മിൽ ഏതാണ്ടൊക്കെ ഉറപ്പിച്ച മട്ടില്ല. രണ്ടാളുടെയും കല്യാണം കൂടി കഴിഞ്ഞാ നീരേറ്റിലൊരാളനൊക്കെ ആയനെ. അതിന് അവര് തമ്മി അടുപ്പമുണ്ടെന്ന് നിന്നോടാരാ പറഞ്ഞത്? പിള്ളേരാവുമ്പോ ഒന്നിച്ച് പുറത്തു പോവുകയും തമാശ പറയുകയൊക്കെ ചെയ്യും. അവര് ബന്ധുക്കളല്ലയോ? അവര് തമ്മിൽ ഇഷ്ടത്തിലമ്മച്ചി. പാർവതി വല്യമ്മയ്ക്ക് അത് അറിയാൻ ചെയ്യാം. ആ, എങ്കിൽ പിന്നെ എന്തെങ്കിലും ഒരു കുരുക്ക് പറഞ്ഞ് ആരേലും കല്യാണം മുടക്കും. സ്വഭാവം അതല്ലയോ? അമ്മച്ചീന് ഓരോന്ന് പറഞ്ഞ് കുരുക്കുണ്ടാക്കി എടുക്കണ്ട. ആരെങ്കിലും മുടക്കുകയോ മുടക്കാതിരിക്കുകയോ ചെയ്യട്ടെ. അവര് തമ്മിൽ ഇഷ്ടമാണെങ്കിൽ കല്യാണം നടക്കുക തന്നെ ചെയ്യും. എന്ന് നിനക്കെങ്ങനെ അറിയാം? നീയാണോ അവരുടെ കല്യാണം നടത്തി കൊടുക്കുന്നേ? ആരെങ്കിലും എതിർത്താൽ ഞാൻ നടത്തി കൊടുക്കും അമ്മച്ചി. അതിപ്പോ പാർവതി വല്യമ്മ എതിർത്താലും എന്റെ സഹായം അവർക്കുണ്ടാവും. അതാണല്ലോ പാരമ്പര്യം. എവിടെയെങ്കിലും ആരെങ്കിലും തമ്മിൽ മിണ്ടിപ്പോയാ ഓടിപ്പോയി കല്യാണം കഴിപ്പിച്ചോണം. സ്വന്തം പാരമ്പര്യം മറക്കാൻ പറ്റുമോ? അമ്മച്ചി തന്നെതാ പറഞ്ഞുകൊണ്ട് വരുന്നേ. മുമ്പ് എപ്പോഴെങ്കിലും ആരുടെങ്കിലും കല്യാണം സെലീന നടത്തി കൊടുത്തിട്ടുണ്ടോ? എന്തിനാ വേറുള്ളവർക്ക് നടത്തി കൊടുക്കുന്നേ? സ്വന്തം കാര്യം വീട്ടിലുള്ളവരുടെ കാര്യം മാത്രം ആലോചിച്ചാ പോരെ? സെലീനയ്ക്ക് ഇക്കാര്യത്തിൽ മുൻപരിചയം ഉണ്ടെന്ന് നാട്ടുകാർക്ക് നന്നായി അറിയാം. അമ്മച്ചി ഇനി എന്ത് പറഞ്ഞാലും ശരി, അവരുടെ കാര്യത്തിൽ എന്റെ സഹായം ഉണ്ടാവും. അത് ഞാൻ തീർച്ചയാക്കിയതാ. ആ കുഞ്ഞുങ്ങളുടെ അധോഗതി അല്ലാതെ ഞാൻ എന്നാ പറയാനാ? ദൈവാനുഗ്രഹം ഇല്ലാത്തവർ സഹായിക്കാൻ ചെന്നാ സഹായമാകുന്നവർക്കും അവരുടെ ശാപം കിട്ടും. അമ്മച്ചിക്ക് തന്നെ പറ്റിയേ ഓരോരോ പുതിയ കണ്ടുപിടുത്തങ്ങള്. നേരിട്ടുള്ള അനുഭവം അല്ലയോ? അതെങ്ങനെ കണ്ടുപിടുത്താവുന്നേ? പെറാൻ കഴിവില്ലാത്ത ഇവള് പോയി കല്യാണം നടത്തി കൊടുത്താ ആ പെങ്കൊച്ചും മച്ചിയായി പോവും. അല്ല പിന്നെ സ്വന്തം പാവം എന്തിനാ വേറൊരാളുടെ തലയെ കെട്ടിവെക്കുന്നേ? അമ്മച്ചിക്ക് എന്നാ പരിസരബോധം ഇല്ലാതായോ? വെറുതെ അവളെ വിഷമിപ്പിക്കാനായിട്ട്. അതേടാ, അമ്മച്ചിക്ക് ഒരു ബോധവും ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ ആ റിച്ചാർഡിന്റെ കൊച്ചിനെയും കൊണ്ട് നീ വന്നപ്പോ ഞാൻ സമ്മതിച്ചു തരുമായിരുന്നോ?
ഇപ്പൊ ഒരു കുഞ്ഞിനെ തരാൻ പറ്റാത്ത ഒരുത്തിയെ നീ കൊണ്ടു നടക്കുന്നത് കണ്ടിട്ട് മിണ്ടാതിരിക്കുമ്പോ എനിക്ക് ബോധമില്ലെന്ന് തന്നെ നീ പറയണം. സെലീനെ കുറിച്ച് അമ്മച്ചി ഇനി ഒന്നും മിണ്ടണ്ട. അവൾക്ക് എന്നോടുള്ള സ്നേഹം അമ്മച്ചിയെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. എന്ന് നീ അങ്ങ് തീരുമാനിച്ചാ മതിയോ? എടാ, സ്നേഹം ഉണ്ടെങ്കിൽ അത് പ്രവൃത്തിയിലും കാണിക്കണം. ഇവള് വിചാരിച്ച നിനക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെയും ഇനി ഈ വീട്ടിൽ കഴിയാം. അതിന് ഇവള് പ്രസവിക്കൊന്നും വേണ്ട. അമ്മച്ചി പറ, ബോബന്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ എന്നെ വേണമെങ്കിലും ചെയ്യാം. അല്ലാതെ വെറുതെ എന്നെ ഇങ്ങനെ കുത്തി നോവിക്കരുത്. എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്. നിന്റെ സമ്മതത്തോടെ ബോബനെ കൊണ്ട് വേറൊരു കല്യാണം കഴിപ്പിക്ക്. അരികിലില്ലേ ഞാൻ അരികിലില്ലേ, അരികിലില്ലേ ഞാൻ അരികിലില്ലേ, അണയാത്ത ജ്വാലയായി മനസ്സിലില്ലേ.